ഒന്നാം വായനയിലെ ഏറ്റവും മനോഹരമായ ഒരു വചനമാണ് നിയമവർത്തന പുസ്തകം 4-ാം അധ്യായം 7-ാം തിരുവചനം. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? ഈ ശ്രേഷ്ഠതയിൽ നിലനിൽക്കാൻ വേണ്ടി എന്തു ചെയ്യണമെന്ന് 2-ാമത്തെ വായനയിൽ യാക്കോബ് ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. യാക്കോബ് ശ്ലീഹ പറഞ്ഞു നോക്കുന്ന ഇപ്രകാരമാണ്: നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാവിനെ രക്ഷിക്കുവാൻ കഴിവുള്ളതുമായ വചനത്തെ വിനയപൂർവം സ്വീകരിക്കുവിൻ. പ്രിയമുള്ളവരെ, വചനത്തെ ഹൃദയത്തിൽ സ്വീകരിച്ച് ജീവിച്ചാൽ മാത്രമേ ഒന്നാം വായനയിൽ നാം കണ്ട ആ ശ്രേഷ്ഠതയിൽ നമുക്കായിരിക്കാൻ സാധിക്കൂ. എങ്കിൽ മാത്രമേ നാം ഒരു ശ്രേഷ്ഠ ജനതയാണെന്ന് ലോകത്തിന്റെ മുമ്പിൽ തെളിയിക്കാൻ പറ്റത്തുള്ളൂ. ഈ ശ്രേഷ്ഠ ജനതയുടെ ഹൃദയം എങ്ങനെയുള്ളതാവണമെന്ന് സുവിശേഷം കാട്ടിത്തരികയാണ്. ഈശോ പരാതിപ്പെടുന്നുണ്ട്. അവർ അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുകയും ഹൃദയം എന്നിൽ നിന്ന് അകന്നിരിക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളെ അടർത്തി മാറ്റി ദൈവത്തിന്റെ വചനത്തെ ഹൃദയത്തിൽ നിറയ്ക്കാൻ ആഗ്രഹിക്കാം. സങ്കീർത്തനങ്ങൾ പറഞ്ഞു നോക്കുന്ന ഇപ്രകാരമാണ്: അങ്ങയ്ക്കെതിരായി പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു. ഹൃദയത്തിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങൾ പുറത്തു പോകണമെങ്കിൽ ഈശോയുടെ വചനം നമ്മുടെ ഹൃദയത്തിൽ നിറയ്ക്കണം. അങ്ങനെ വചനം ഹൃദയത്തിൽ നിറച്ച് ഈ ഹൃദയം ദൈവത്തിന്റെ ഹൃദയവുമായി ചേരുമ്പോൾ സുവിശേഷം കാട്ടിത്തരുന്നത് പോലെ നല്ലൊരു മനുഷ്യന്റെ ഉടമയായി അധരം കൊണ്ട് സ്തുതിക്കുകയും അധരം കൊണ്ട് ബഹുമാനിക്കുകയും ഹൃദയം അകന്നിരിക്കുകയും ചെയ്യുന്ന ഒരു ജനതയാവാതെ ഹൃദയത്തെ തേടുന്ന ഒരു ജനതയായി മാറാൻ നമുക്ക് സാധിക്കും.